പക്ഷേ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ട് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിലെ എന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റൊക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമേ അല്ല. കാരണം അമ്മയെല്ലാം ഭയങ്കര ടഫായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, എന്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്. അഹാനകൃഷ്ണ പറഞ്ഞ വാക്കുകളാണ്. വീട്ടുകാരോട് ഞാനൊന്നും ചോദിക്കാറൊന്നുമില്ല, എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. അതേപോലെ തന്നെ കൃഷ്ണകുമാർ പണ്ട് ഇന്റർവ്യൂകളിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അവരൊക്കെ ഓരോരോ വ്യക്തികളാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, എങ്ങനെ ജീവിച്ചോട്ടെ എന്നുള്ളത് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ. ഈ സ്വാതന്ത്ര്യം ആരും കൊടുക്കേണ്ടതൊന്നുമല്ല, ജനിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടേണ്ടതാണ്, അത് നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. എന്നാൽ പോലും മാതാപിതാക്കൾക്ക് ഒരു കടമയുണ്ട്, മക്കളെ നേർവഴിയിലേക്ക് നയിക്കുക എന്നുള്ളത്. ഒരു ഏജ് പീരീഡ് വരെയെങ്കിലും നമ്മളത് നോക്കിയില്ലെങ്കിൽ ഭാവിയിൽ അതിനെക്കുറിച്ച് നമ്മൾ ഖേദിക്കേണ്ടി വരുന്നുള്ളത്. അപ്പൊ കൃഷ്ണകുമാറിനൊന്നും പറയാൻ കഴിയാത്ത രീതിയിൽ ആകെ കയ്യിൽ നിന്ന് പോയി കിടക്കുകയാണ്. ഇപ്പൊ 2 ദിവസം മുമ്പാണ് റെഡ് എഫ്-എമ്മിൽ ഇവരുടെ ഒരു ഇന്റർവ്യൂ കാണുന്നത്. ഹൻസികയുണ്ട്, അതുപോലെ അഹാനകൃഷ്ണയുണ്ട്. അഹാനകൃഷ്ണ പറഞ്ഞ വാക്കാണ്, ഞാൻ വീട്ടുകാരോടൊന്നും ചോദിക്കാറൊന്നുമില്ല, എന്റെ തീരുമാനങ്ങളാണ്, ഞാൻ അതങ്ങ് എടുക്കാറാണുള്ളത്. ഹൻസിക പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. പിന്നെ വീട്ടിലത്തെ എല്ലാവർക്കും ഓരോ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, അപ്പൊ നമ്മൾ എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ്. പിന്നെ സബ് വീഡിയോ, സാമ്പത്തികം അതില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പച്ചക്ക് അവർ പറയുന്നതും ഈ ഇന്റർവ്യൂവിൽ കാണാനുള്ളതാണ്. ഏകദേശം 1 മണിക്കൂറിന് മുകളിലുള്ള ഇന്റർവ്യൂവിന്റെ പ്രസ്തുത കുറച്ച് ഭാഗങ്ങളാണ്. ഒന്ന് കേട്ടോ. കൃഷ്ണകുമാറൊക്കെ എന്താണ് ഇപ്പോൾ അതിനൊന്നും ഒരു മറുപടി പറയാത്തത് എന്ന് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളത്. ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാറുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എല്ലാവർക്കും ശരിക്കും വാരിക്കോരിയത് കിട്ടാറുണ്ട്. സ്നേഹത്തിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് സൈബർ അറ്റാക്ക് ആണ്. ചിലപ്പോഴൊക്കെ അത് ചിലപ്പോൾ ആഴ്ചയിലും മാസം ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും വന്ന് പെടാറുണ്ട്. അപ്പോൾ ഹൻസുവിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വളർന്ന് നല്ല ഉരുക്ക് പോലെ അതിന് ശേഷം എന്തും ഫേസ് ചെയ്യാനുള്ള തగ్గടാതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ ഇവിടുത്തെ വളർന്നത്. ഹൻസുവിനെ സംബന്ധിച്ച് ഹൻസു വളരെ ചെറുതായിരിക്കുമ്പോഴാണ് അതൊക്കെ വന്നു വരുന്നത്. ഹൻസു എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്? ഹൻസുവാ എന്താ ഹൻസു അത്ര ഓക്കെ, ഇതിലൊക്കെ ആവട്ടെ. താങ്കൾ പറഞ്ഞ കറക്റ്റ് ആണ്. കാലങ്ങളായിട്ട് ഏറിപ്പോകുന്ന മറ്റൊരു യൂട്യൂബ് ഫാമിലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ യൂട്യൂബ് ചാനൽ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ട് അവരതിനെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിൽ കൃഷ്ണകുമാറിന്റെ ഒക്കെ ഇടയ്ക്ക് ആ ഒരു ഫാമിലി വ്ളോഗിലുള്ള എൻട്രി ഒക്കെ ഉണ്ട്, ഭയങ്കര രസമാണ് സംസാരം കണ്ട് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ അതിൽ പറയുന്നതല്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. മക്കളെയൊക്കെ ഞാൻ അങ്ങനെയാണ് വളർത്തി, ഇങ്ങനെയാണ് വളർത്തി എന്നൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്നു. പക്ഷെ ഇപ്പൊ അപമാനകരമായ രീതിയിൽ ഒക്കെ തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. പശുവിനെയൊക്കെ മാതാവായി കാണുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ചില ആളുകളൊക്കെ അമ്മായിയമ്മയോ വഴിപോകരൊക്കെ ആയിട്ടാണ് കാണുന്നത്. എയറിൽ നിന്ന് എയറിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും സപ്പോർട്ട്, എന്തിനാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. വല്ലോന്റെ വീട്ടിന്റെ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് വെറുതെ പോയി കണ്ടിട്ട് സിന്ധു അമ്മ എന്തല്ലേ ചായ ഉണ്ടാക്കണ കാണാൻ രസം, തിന്നണതും അതൊക്കെ അതിൽ കൊണ്ടുപോയിടും. അത് കണ്ടിട്ട് അഭിപ്രായം പറയാൻ കുറെ മൊണ്ണകള്. ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ ഐ വാസ് 14. അന്ന് കോവിഡ് ആയ ടൈമാണ്, സ്കൂളൊക്കെ അടച്ചിട്ട് ഞാൻ സ്കൂളൊന്നും ഇല്ലാതെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പണ്ട് 2020 ഒരു ഭയങ്കര ഒരു സൈബർ ബുള്ളിങ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഫസ്റ്റ് സംഭവിച്ചപ്പോൾ ബിറ്റ് എഫക്ട്, എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി എന്ത് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ വി ഡിഡ് ഫീൽ ലൈക്ക് ഓയോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ട് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിലെ എന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റൊക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. എന്ന് വെച്ചാൽ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റൊക്കെ പറയണം, അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെയായിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും, എല്ലാവരും ഒന്നിച്ച് നിൽക്കും. സോ കുഞ്ഞിലെ തൊട്ട് ഇതൊക്കെ കാണുന്നത് നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പോൾ എത്ര വർഷമായി 6 years ഒക്കെ ആയിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണും. ദാറ്റ് ഇസ് ഫൈൻ. നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് അത് എടുക്കുന്നത്. ഓക്കെ നെഗറ്റീവ് ചെറുപ്പം മുതൽ കാണൽ തുടങ്ങിയെന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനിച്ച് വീഴുന്നത് തന്നെ സോഷ്യൽ മീഡിയന് മുന്നിലോട്ടാണല്ലോ. വീട്ടിലുള്ള എല്ലാവർക്കും ഓരോ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ കണ്ടു വളർന്നത് കൊണ്ട് ഇതിനെ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ സബ്ബൊക്കെ ചെയ്യുന്നത് വെച്ചാൽ കായ് ഉണ്ടാക്കാനാണ്, പണമില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്ന് അഹാനകൃഷ്ണ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. കായ് ഉണ്ടാക്കാൻ എന്ത് കാണിച്ചാൽ എന്ത്, അച്ഛൻ അങ്ങനെ പലതും പറയും. ഞങ്ങൾ മാന്യമായി വസ്ത്രം ധരിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചതാണ്, നഗ്നത മറക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ ഇപ്പൊ കറക്റ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അച്ഛൻ്റെ ഒരു സൈഡില്, അമ്മ അപ്പുറത്തെ സൈഡില്, ഇവരിപ്പുറത്തെ സൈഡില്. കൊള്ളാം. ഒരുവിധപ്പെട്ട തീരുമാനങ്ങൾ ഒന്നും ഞാനിപ്പോ എന്റെ വീട്ടിലുള്ളവരുടെ അടുത്തും കൂടിയൊക്കെ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടല്ല ഞാനൊരു തീരുമാനം എടുക്കുന്നത്. കാരണം അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അത് എന്റെ തീരുമാനമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെല്ലാവരും. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ദിയ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോയി. ബട്ട് അതർവൈസ് വി ആർ ലിവ് ഇൻ ദ സെയിം ഹൗസ് ബട്ട് വി ആർ ഓൾ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. ഇതൊക്കെ ഭയങ്കര റെസ്പെക്ട്ഫുള്ളി പറയുന്ന വാക്കുകളാണ് കേട്ടോ. ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞാൻ വീട്ടുകാരോടൊന്നും പറയാറില്ല. വീട്ടിലെല്ലാവരും ഉണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങുന്ന അത്രേ ഉള്ളൂ. നമ്മളൊരു വിരുന്നുകാരാണല്ലോ ഭൂമിയിൽ, അല്ലേ? നമ്മളെല്ലാവരും ഇവിടെ ജീവിച്ച് മരിച്ചങ്ങ് പോകും, നമ്മളൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നുമില്ല. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആരോടും ചോദിക്കരുത് കേട്ടോ. വീട്ടുകാരോട് തീരും ചോദിക്കരുത്. ഈ വീഡിയോ കാണുന്ന ആളുകൾ അത് മനസ്സിലാക്കുക.
അച്ഛനോടും അമ്മയോടൊന്നും ചോദിക്കാതെ, പെങ്ങന്മാരോട്, സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട് ആരോടൊന്നും ചോദിക്കാതെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അടിപൊളി. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതൊക്കെ പ്രചോദനമാണ് കേട്ടോ ഇവരെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക്. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. നിങ്ങളൊക്കെ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ വീട്ടില് അച്ഛനോടും അമ്മയോട് ചോദിക്കാറുണ്ടോ? ഞാനൊക്കെ കാലങ്ങളായിട്ട് ചോദിക്കുന്നതാണ്, അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണെന്നുള്ളതാണ്. കാരണം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും മണ്ടത്തരമാവില്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തിരുത്തി തരാൻ അവരെ കൊണ്ട് കഴിയും എന്നുള്ളത് കൊണ്ട്. കാരണം നമ്മളെക്കാൾ കൂടുതൽ ലോകപരിചയമുള്ള ആളുകളാണല്ലോ. ചില കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയാത്തതുണ്ടാവുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുന്നതായിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് മാതാപിതാക്കളോട് ചോദിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്, ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടൊക്കെ കിട്ടിയതാണ് ഇപ്പൊ കൃഷ്ണകുമാറിന് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. ജപ്പാൻ, ഹൻസികയുടെ ജപ്പാൻ. നിങ്ങൾ എന്താ ഒരു സ്ഥലത്തല്ലേ, ഒരു ബ്ലോഗ് പോരെ, നമുക്ക് 6 ചാനൽ ഉണ്ടായിപ്പോ എന്ത് ചെയ്യാൻ? പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ചാനലും ബേസിക്കലി ഇപ്പം ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒരു ലോകം മൊത്തം കാണുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ അങ്ങനെയല്ല കാണുന്നത്. അതായത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്റെ തോട്ട്സ് ഷെയർ ചെയ്യുന്ന പോലെ എന്റെ യൂട്യൂബ് ഹാൻഡിൽ ഞാൻ എന്റെ പെർസ്പെക്ടീവ്, ദ വേ ലൈക്ക് ഫോർ എക്സാമ്പിൾ ജപ്പാൻ ത്രൂ മൈ ഐസ് ഞാൻ ഷെയർ ചെയ്യുന്നു. അതേപോലെ ഹൻസികയുടെ ചാനലിൽ ഹൻസികയുടെ പെർസ്പെക്ടീവ് ഇടുന്നു. നമ്മൾ അതിന് ഇത്രയായിട്ടാ കാണുന്നത്. പക്ഷെ ഇതെങ്ങനെ നമ്മളിത് അങ്ങോട്ട് ഇടപെടൽ നടത്താറില്ല. ഹൻസിക അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കൂ, എന്തെങ്കിലുമൊക്കെ ഇട്ടോട്ടെ. അതേപോലെ തന്നെയാണ് തിരിച്ചും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് അടികളൊന്നും ഇല്ല എന്നാ പറയുന്നത്. അതാണ് പറഞ്ഞത്, വീട് നിറച്ച് യൂട്യൂബർമാരാണ്, കൂട്ടിയിടിക്കാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ വടിയും കുന്തും പിടിച്ചിട്ട് മറ്റേ ഈ ജോയിസ്റ്റിക് ഒക്കെ പിടിച്ചിട്ട് ഒരാൾ ഇവിടെ നിന്ന് എടുക്കും, ഒരാൾ അപ്പുറത്ത് നിന്ന് എടുക്കും. കാറിലെല്ലാം സ്ഥലമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. ഇവരുടെ ചില വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ വീഡിയോ ഞാൻ അവിടെ കണ്ടതല്ലേ, തോന്നിയതാവും. അല്ല ഈ വീഡിയോ ഞാൻ ഇപ്പുറത്ത് കണ്ടത്, അതും തോന്നിയതാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടകലാശാണെന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഒരു കുറ്റമായിട്ട് ഞാൻ എവിടെയും കാണുന്നില്ല കേട്ടോ. സാമ്പത്തികം ഉണ്ടാക്കാനാണല്ലോ. പക്ഷെ ആ സബ്സ്ക്രിപ്ഷൻ വീഡിയോ എന്റെ പൊന്നെ, അത് വേണമായിരുന്നോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതിനെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ അതിനെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരായിരിക്കും വ്യക്തമായിട്ട് അറിയാലോ. നമ്മുടെ മക്കൾ എങ്ങനെ വെച്ചാൽ പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നന്മ നിറഞ്ഞ കുറച്ച് മാതാപിതാക്കളുണ്ട്. അവര് ചിന്തിക്കുക, എന്റെ പൊന്നു മക്കളെ ഇങ്ങനെയൊന്നും പോവല്ലേ എന്നായിരിക്കും. നാണക്കേടാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ നാലാളെ കാണിക്കാനുള്ളതാണോ എന്നാണ് ചോദിക്കാനുള്ളത്. പലതും കാണിക്കുകയാണ്, പലതും കാണുകയാണ്. മാതാപിതാക്കളും കൂടി ഇത് കാണുന്നുണ്ടാവുമല്ലോ. ഞാൻ എന്താ നിന്നെ വിശദീകരിക്കല്ലേ? ആ വീഡിയോ കണ്ടിരുന്നു നിങ്ങള്? 2 വട്ടം ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങൾ എന്റെ പൊന്നെ, രണസുനി ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മക്കളൊക്കെ കാണുമ്പോ അവരൊക്കെ അത് ഏത് രീതിയിലാണ് കാണുക എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞിനെ തൊട്ട് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അമ്മ അത് നമ്മളത് ഡിഫിക്കൽട്ട് ആണെന്ന് അറിയിക്കത്തില്ല. ആ രീതിയിൽ നമുക്കത് കംഫർട്ടബിൾ ആക്കി തരും കുഞ്ഞിനെ തൊട്ട് എല്ലാവരുടെയും കാര്യത്തിൽ. അപ്പം അമ്മ ഇങ്ങനെ എപ്പോഴും ലൈക്ക് ഒരു ഗിവ് അപ്പ് സിറ്റുവേഷനേ കാണത്തില്ല. അമ്മയ്ക്കായാലും അച്ഛനായാലും ദേ ഓൾവേസ് നമുക്ക് അഡ്വൈസ് തരും, എന്താണെങ്കിലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ കുഞ്ഞിനെ തൊട്ട് എത്ര ഡിഫിക്കൽട്ടീസിലൂടെ നമ്മൾ പോയെങ്കിലും നമുക്കത് അത്രയ്ക്ക് നമ്മൾ അന്ന് എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മുടെ പേരൻസ് അത്രയ്ക്ക് നമ്മളെ മാക്സിമം കംഫർട്ടബിൾ രീതിയിലാണ് വളർത്തിയത്. നമ്മൾ പിന്നെ വലുതായിട്ട് അത് റിയലൈസ് ചെയ്യുമ്പോൾ പോലെ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ബട്ട് സ്റ്റിൽ ദേ വോണ്ട് us to feel that. സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ അങ്ങനെ മാതാപിതാക്കളൊക്കെ ഭയങ്കര കംഫർട്ട് സോണിലാണ് അവർ വളർത്തിയിട്ടുള്ളത്. തെറ്റെന്താണെന്ന് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്നുള്ള കൃഷ്ണകുമാറിന്റെ ഇന്റർവ്യൂകളിലൊക്കെ വ്യക്തമായിട്ട് അത് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അവർക്ക് നഗ്നത മറക്കാൻ അറിയാം. പൊതുസമൂഹത്തിൽ എങ്ങനെ ഇറങ്ങി നടക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ ഡയലോഗടികളായിരുന്നു. അവസാനം ഇപ്പൊ എന്തായി? തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത രീതിയിൽ അടച്ചു വെക്കേണ്ട അവസ്ഥ വന്നില്ലേ? അത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ, അതിൽ മക്കള് പെടാം, സഹോദരങ്ങൾ പെടാം, ആര് വേണമെങ്കിലും പെടാം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്മകൾ പറഞ്ഞു കൊടുക്കുക എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ? പിന്നെ കുറെ ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, പരമാവധി നഗ്നത മറച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ വാങ്ങിക്കൊടുക്കാറ്. പക്ഷെ ചില പേരൻസ് മോഡേൺ ആയിക്കോട്ടെ, മോഡേൺ ചിന്താഗതി ആയിക്കോട്ടെ എന്ന രീതിയിൽ ചെറുപ്പം മുതലേ തന്നെ ഇത്തരം വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞ് ആ കുട്ടി, അല്ലെങ്കിൽ 18 വയസ്സൊക്കെ കഴിഞ്ഞ് ആ കുട്ടി ഇത്തരം വസ്ത്രങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയുമായി മാറുന്നുള്ളതാണ്. ഈ ചെറുപ്പം മുതലേ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. പക്ഷെ ഒരു 18 വയസ്സ് വരെയെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ എന്ന് കേൾക്കാനൊന്നും പോണില്ല. ഇപ്പോ KK ഫാമിലിയുടെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു തെറിവിളി സിനാരിയോ നടക്കുവാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പോട്ടെ മൈൻഡ് ചെയ്യണ്ട എന്ന് നമുക്ക് അതിനെ നോക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം നമ്മുടെ ലൈഫിലെ പല ഇങ്ങനത്തെ ഇപ്പം ഒരു കൺവെൻഷണൽ പാരന്റ്സ് ആണെങ്കിൽ ചിലപ്പം പിള്ളേരെ അടിച്ചു കൊല്ലാവുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അമ്മയൊക്കെ അതിനെ അങ്ങ് പറയാനുള്ളത് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് വിട്ടുകളയും, പിന്നെ അങ്ങ് മൂവ് ഓൺ ആവും. ഓക്കെ, പീപ്പിൾ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, യു കെൻ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്, ഫോർഗിവ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. അല്ലാതെ മറ്റേ മോറൽ പോലീസിങ് ചെയ്ത് കുത്തി പറഞ്ഞ് അതെന്നും ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയൊന്നും അമ്മ അച്ഛനും ചെയ്യാറില്ല. അപ്പം
അത് നല്ലൊരു കാര്യമാണ്. നമ്മളൊരു തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ തിരുത്തി കൊടുക്കും. പിന്നെ അതിനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയൊന്നും അത് നല്ലൊരു പരിപാടിയൊന്നുമല്ല. പക്ഷെ ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം 4 പെൺകുട്ടികളാണുള്ളത്. ഇവർക്കൊക്കെ യൂട്യൂബ് ഐഡി ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട്. ഇവരിടുന്ന വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിലും യൂട്യൂബ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യത്തിലൂടെയാണ് ഇവർ പോകുന്നതെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ സാമ്പത്തികം ഇല്ലാത്ത ആളായതുകൊണ്ടാകാം. സാമ്പത്തികം കൂടുമ്പോഴാണല്ലോ തുണിയുടെ അളവ് പറയുന്നത്. നമ്മൾ ഒരു ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ അമ്മ പെങ്ങന്മാര് നമ്മുടെ മക്കളൊക്കെ ആ ഒരു രീതിയിലല്ല ജീവിക്കുന്നത്. മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നാച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനിയിപ്പോ ഒരാൾക്ക് ഒരു ട്രൗസർ ഇടണം തോന്നിക്കഴിഞ്ഞാലും നമുക്കൊന്നും പറയാൻ കഴിയില്ല, ഇടട്ടെ, നമ്മളെന്ത് പറയാനാ. കാരണം തിരിച്ചെന്ത് പറയാൻ കഴിയില്ല. പക്ഷെ മക്കളെ വളർത്തുന്ന രീതിക്ക് അനുസരിച്ചിട്ട് അവർ ചിലപ്പോ നമ്മൾ പറഞ്ഞത് കേട്ടെന്നൊക്കെ വരും. സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവരുടെ സ്വാതന്ത്ര്യം അവരെടുക്കട്ടെ. പക്ഷെ ദിയ കൃഷ്ണയുടെ ഒരു വീഡിയോ ആണ് ആദ്യം വൈറലാവുന്നത്. അതായത് ഇവരെവിടെയോ ടൂറൊക്കെ പോയ സമയത്ത് ഇട്ട ബിക്കിനി ഭയങ്കര ചർച്ച. ഈ ചർച്ച ചെയ്യുന്നത് ഞാനല്ല, അല്ലെങ്കിൽ യൂട്യൂബർമാരല്ല, അവരെ സബ് അടിച്ചിട്ടുള്ള അവരെ ഫോളോ ചെയ്ത ആളുകളാ. ഒരു കൂട്ടം ആളുകൾ അടിപൊളി അടിപൊളി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് വളരെ മോശം. എന്താണിത്? കൃഷ്ണകുമാറിനെ മെൻഷൻ ചെയ്തിട്ടായിരുന്നു. കൃഷ്ണകുമാർ ആ സമയത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, മാന്യമായ വസ്ത്രം ധരിപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ അടുത്ത ആളുടെ ഇപ്പൊ ഈ ദിയ കൃഷ്ണയുടെയും പിന്നെ ഈ ഹൻസികയുടെയും പിന്നെ ഇപ്പൊ ഈ ഹഹാനയുടെയും ഇവരുടെ 3 ആളുകളുടെ വീഡിയോ ഞാൻ കാര്യമായിട്ട് ഇത്തരം കണ്ടിട്ടുള്ളൂ കേട്ടോ. വേറെ ആളും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ പെൺകുട്ടിയുടെ ഹൻസികയുടെ അവസാനം വന്ന വീഡിയോ അല്ലാതെ മുന്നേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ അഹാനയുടെ ഒക്കെ അത്തരം രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അവർ തന്നെ അവരുടെ അക്കൗണ്ട് വഴി ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ അന്ന് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് കേട്ടോ. പക്ഷെ ഞാനിപ്പോ 2-3 ദിവസമായിട്ട് ഇവരുടെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നോക്കുമ്പോൾ പരിതാപകരം. ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒന്നും അറിയാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, കൃഷ്ണകുമാർ ചേട്ടായി. അദ്ദേഹം മക്കളെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്, ഇങ്ങനെയാണ് വളർത്തിയത് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ശരിക്കും വെള്ളത്തിലിട്ട വര പോലെ വര കേട്ടോ. അതൊക്കെ വളരെ നല്ല. ഇപ്പൊ നമുക്ക് ഭാവിയിൽ കുട്ടികളുണ്ടാകുമ്പോഴും വീൽ ആക്ച്വലി കീപ് ദാറ്റ് ഇൻ മൈൻഡ്. കാരണം ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ഓവർ ആക്കരുത് ചില കാര്യങ്ങൾ. യു ഷുഡ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. അപ്പൊ നമ്മളെയും കുറച്ച് ഫ്രീ ആക്കും അതിനെ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ അച്ഛനും അമ്മേനും പേടിച്ചോ അവര് നമ്മളെ വഴക്ക് പറയോ ആ ഒരു ഫിയർ ഇല്ലാതെ നമുക്ക് വളരാൻ പറ്റും. അതും നല്ലൊരു കാര്യമാണ്. നല്ലൊരു കാര്യമാണ്. മാതാപിതാക്കളെ ഒരു പേടിയും വേണ്ട. മാതാപിതാക്കള് നമ്മളൊന്നും പറയില്ല എന്നുള്ള ഒരു വിശ്വാസം ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം, എന്ത് ആഭാസത്തരവും ചെയ്യാം. നല്ലൊരു പോയിന്റ് ആണ് അത് കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ കൃഷ്ണകുമാർ ഏത് രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് മനസ്സിലായില്ലേ? ആ സ്വാതന്ത്ര്യം അവർ ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പൊ അമ്മയെ കുറിച്ചിട്ടുള്ള സാധനം ദിയ കൃഷ്ണ എയറിലാണ്. രണ്ടാമതൊരു വീഡിയോ ഇട്ട് ആ വീഡിയോന്റെ അടിയിൽ ഫുള്ള് അതിനെക്കുറിച്ചാണ് ആളുകൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതാ ഈ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാം ഇവരുടെ ഫാമിലി അങ്ങനെയാണ് ഒരു വളർത്തിയുള്ളത്. അത്രക്ക് സ്വാതന്ത്ര്യം അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണ് സ്വാതന്ത്ര്യം? നമ്മളൊരു പരിധി വരെ ഒന്നും പറയില്ല, നമ്മളിപ്പോ എന്ത് കാണിച്ചാലൊന്നും പറയില്ല. നല്ലൊരു കാര്യമാണ്. ഭാവിയിൽ നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊരു പരിധി ഒരു 18 വയസ്സ് വരെയെങ്കിലും നിശ്ചയിക്കണം. അത് കഴിഞ്ഞ് ചിലപ്പോ നടന്നൊന്നും വരില്ല. കാരണം അതായത് ഒരു 18 വയസ്സ് കഴിഞ്ഞ പിന്നെ അവർ വോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളായി. അവര് ഇന്ത്യൻ പൗരൻ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജനിച്ചപ്പോൾ മുതലുണ്ട്. എന്നാൽ പോലും 18 കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പൊ ഇവരെ പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവരുടെ ഫാമിലി വ്ളോഗിന്റെ അടിയിലൊക്കെ പോയിട്ട്, വെറുതെ നിങ്ങളെ സമയം കളയുക എന്നുള്ളതാണ്. അവരിതൊക്കെ സാമ്പത്തിക നേട്ടത്തിന് മനഃപൂർവ്വം ഉണ്ടാക്കി വിടുന്ന കണ്ടന്റ് ആണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കൃഷ്ണകുമാറിന്റെ ആ ഒരു ഡയലോഗുകൾ മാത്രമാണ് നമ്മളെയൊക്കെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. പിന്നെ വീഡിയോ കാണുന്ന മാതാപിതാക്കൾക്ക് ഒരു പോയിന്റ് കിട്ടുകയാണ്. കാരണം കേട്ടില്ലേ, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 വട്ടം പറഞ്ഞാൽ മതി, പിന്നെ ആവർത്തിക്കൂല. ഞാൻ ആവർത്തിച്ചാലും കുഴപ്പമില്ല, അവരെ പാടായി എന്നുള്ളത്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകള് നമുക്ക് അറിയുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മുന്നോട്ട് നയിക്കാൻ, അല്ലാതെ ഇങ്ങനെയുള്ള ഊളത്തരം പറഞ്ഞിട്ടാവരുത് എന്നുള്ളതാണ്. കൃഷ്ണകുമാറിന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് അല്ല അടിപൊളി ആയിരിക്കും എന്നുള്ളതാണ്, അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ മക്കൾ അങ്ങോട്ട് വളർന്നു വലുതായി. അവരിനി എന്ത് കാണിച്ചാലും ഒന്നും മിണ്ടാൻ കഴിയാത്ത രീതിയിൽ മൂഞ്ചി തിരിഞ്ഞൊരു മൂലയിലിരിക്കുന്ന അവസ്ഥയും വന്നു എന്നുള്ളതാണ്. അവരൊക്കെ ഇൻഡിവിജ്വൽ വ്യക്തികളാ, അവരങ്ങനെ പൊക്കോട്ടെ. ഞാൻ എന്ത് പറയാനാ? ഇത് മുന്നേ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നില്ല ഇന്റർവ്യൂല്. ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടില്ല, അവരെ പാടായി. ആ സാധനം പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അന്നത്തെ വീഡിയോയിൽ ഹൻസിക സൈഡിൽ ഇരിക്കുന്നുണ്ട്. നഗ്നത മറയ്ക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ അവരെ നല്ല രീതിയിൽ വസ്ത്രം ധരിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്തും ഹൻസിക തൊട്ടപ്പുറത്ത് ഇരുത്തിയിരുന്നു എന്നുള്ളതാണ്. കാലം മാറി. ഇനി കുറച്ചൊക്കെ മാതാപിതാക്കൾ പേടിക്കേണ്ടി വരും എന്നുള്ളതാണ്. മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈശ്വര ഇവരെ നമ്മൾ എങ്ങനെ വളർത്തും എന്ന ഭയത്തോട് കൂടിയിട്ടാണ് ആളുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? 10 മണിക്ക് ശേഷം നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് അവരെ പിടിച്ചു വെക്കാൻ കഴിയുമോ?
കഴിയാത്ത രീതിയിലേക്ക് മാറുന്നു. പെൺകുട്ടികളാണെങ്കിൽ 5 മണി 6 മണിയാകുമ്പോഴത്തേനും വടിയെടുക്കലും അതെടുക്കലൊക്കെ ആയിരുന്ന ഒരു ടൈമില് ഇപ്പൊ അതും ഇല്ലാണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നു. എല്ലാവരും അല്ല, ചില ആളുകൾ തീരെ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവരൊക്കെ പറഞ്ഞ കേൾക്കുന്നൊക്കെ. പക്ഷെ ഇപ്പൊ അതല്ല, ടർഫിന്റെ പേരും പറഞ്ഞ് കുട്ടികൾ ഇറങ്ങി പോകുന്നുണ്ട്. അതേപോലെ തന്നെ പലയിടങ്ങളിൽ രാത്രി ബൈക്കൊക്കെ കിട്ടുകയാണല്ലോ മക്കൾക്ക്, ഈ 18 വയസ്സിന് താഴെയുള്ളവർക്ക്. അവര് കൂട്ടുകാരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. കൂടുതലും പ്രവാസികളായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളാണ് ഈ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ നമ്മളാണ് നമ്മളെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്. നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മളെ മക്കളെ. ഈ മോഡലും ഫാഷനൊക്കെ ആവുന്നതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് വിറ്റ് കാശാക്കിയിട്ട് ജീവിക്കാനുള്ള ഒരു വഴിയാണ് ഇതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുക. അതൊരു നല്ല പരിപാടിയല്ല, അത് മനസ്സിലാക്കുക. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ എടുത്തു ചാടി ചെയ്യുമ്പോൾ അത് നമ്മുടെ വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എല്ലാ കാര്യത്തിനല്ല, ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ, നഗ്നത, ആ ഒരു സംഭവത്തിനൊക്കെ, അല്ലെങ്കിൽ വരുന്ന ജനറേഷൻ മുഴുവൻ നാശമായി പോകും. അതുകൊണ്ട് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ ഇവരുടെ ഇന്റർവ്യൂ കണ്ടപ്പോ എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ആയതൊന്ന് കാണിച്ചു തരുമെന്ന് മാത്രമേ എന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വീണ്ടും വരാം കേട്ടാ, പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.